അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കണ്ടു വളർന്ന 2 ഫിഗേഴ്സാണ് മമ്മൂട്ടി, മോഹൻലാൽ, പില്ലേഴ്സ് ഓഫ് മലയാളം സിനിമ. അതിലൊരാളുമായി വളരെ അടുത്ത ബന്ധം. അദ്ദേഹം നമ്മുടെ ബുക്ക് പ്രകാശനം ചെയ്യുന്നു, ഒരാളുമായിട്ട് 2 സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹം വരുമ്പോൾ തന്നെ ആ ഒരു ഓറയുണ്ട്. ലൈക്ക് ഞാൻ എപ്പോഴും പറയും, ഒരു അലമ്പ് ക്ലാസ്സിലേക്ക് ഹെഡ് മാസ്റ്റർ വരുമ്പം എങ്ങനെയാണോ അതേപോലെയാണ് ഒരു സെറ്റിലേക്ക് അദ്ദേഹം വരുമ്പോൾ. ആക്ച്വലി അച്ചപ്പൻ കഥകളുടെ ആദ്യത്തെ 3 കഥകളും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതിയതാണ്. അച്ഛൻ പോയിട്ട് കുറേ ദിവസങ്ങളല്ല, കുറേ നാളുകളെടുത്തു ആ ഒരു റിയാലിറ്റി. ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല, അതാണ് സത്യം. ഇപ്പം മോളുടെ അടുത്താണെങ്കിലും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, അവൾക്ക് ഒരു കാര്യം വരുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. പെട്ടെന്നുള്ള ഒരു റീച്ചാണ് അവൾക്ക്. ചെറുപ്പത്തിൽ വന്ന ഒരു പഞ്ചാരക്കുഞ്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവളെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഒരു സ്ത്രീ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എല്ലാം കൂടെ. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം ആരാ നോക്കുക? ഇതൊരിക്കലും ഒരു പുരുഷനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇപ്പോൾ ഞാൻ ഒരിക്കൽ സ്വാസികേനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സീരിയലിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളെ ഒരു നായികയായി കാണാൻ ആളുകൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട് സിനിമയിൽ. അല്ലെങ്കിൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറിൻ്റെ ഒപ്പം നമ്മളെ പെയർ ചെയ്യാൻ ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പലരും പറഞ്ഞിട്ടുണ്ട്, സീരിയൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പലരും. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വളരെ വിസിബിളായി പലയിടങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗായത്രിക്ക് അങ്ങനെ ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലോ ഉണ്ടായിട്ടുണ്ടോ? എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം ചില കാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുമ്പോൾ എന്നോട് പറയും ഭയങ്കര ഫെമിലിയർ ആയിപ്പോയി ടെലിവിഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല സിനിമകൾക്ക് വേണ്ടിയിട്ടും സജഷൻസ് വരുമ്പോൾ പലരും പറയുന്ന ഒരു പോയിന്റാണ്, നിങ്ങൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫെമിലിയർ ആയി പോയല്ലോ എന്നുള്ളത്. അപ്പം മേ ബി അതുണ്ടാവാം. കാരണം എനിക്കിപ്പോഴും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം വളരെ കുറവെന്ന് വെച്ചാൽ ഇല്ല. ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പോവോ അല്ലെങ്കിൽ എന്നെ അതിനൊക്കെ വളരെ കുറവായിരിക്കും കാണുന്നത്. ഞാൻ മിക്കതും ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ മടിയുള്ളത് കൊണ്ടാണത്. ഇപ്പോൾ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് പോയി അത്രയും ക്ലോസ് സർക്കിളാണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം വളരെ കുറവാണ്. സ്റ്റിൽ എനിക്കിപ്പോഴും ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഹീറോയിനായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എനിക്ക് കിട്ടിയ വേഷങ്ങൾ, ഞാൻ ചൂസ് ചെയ്ത വേഷങ്ങളിൽ ഇപ്പം എന്നാലും എൻ്റെ അളിയ സുരാജേട്ടൻ്റെ കൂടെ അതിൽ നായിക വേഷമായിരുന്നു. ഇപ്പം കണങ്കാവലിൽ ഇത്രയധികം നായികമാരുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൊന്നായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ചെയ്ത 1 അതുപോലെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്കതിനെ അങ്ങനെ ജനറലായി അങ്ങനെ പറയാനോ എനിക്കറിയത്തില്ല. അതിനുള്ളിൽ ഇപ്പം മേ ബി എനിക്ക് വരുന്ന വേഷങ്ങളിൽ കൂടുതലും അങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ആണ് വരുന്നത്. മേ ബി അതൊരു റീസൺ ആയിരിക്കാം. ഞാനത് കേട്ടിട്ടുണ്ട്, കാരണം ഓവർ എക്സ്പോസ്ഡ് ആയി പോയി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയോടൊപ്പം 2 പടങ്ങളിൽ ഉണ്ട്. ഒന്നിൽ കളങ്കാവലിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടത്, ആ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീ കഥാപാത്രം താങ്കളുടേതായിരുന്നു. എങ്ങനെയാണ് മമ്മൂക്കയുമായിട്ടുള്ളൊരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു മെമ്മറി പങ്കുവയ്ക്കാം? മമ്മൂക്കയായിട്ട് പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ഒരു ലേണിംഗ് തന്നെയാണ്. 1 ചെയ്യുമ്പോഴും അതെ, കളങ്കാവലും അത് തന്നെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വൈബ്രേഷൻ നമുക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യും. ലൈക്ക് എന്താണോ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ, ഇപ്പം അന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം വരുമ്പോൾ തന്നെ ആ ഒരു ഓറയുണ്ട്. ലൈക്ക് ഞാൻ എപ്പോഴും പറയും, ഒരു അലമ്പ് ക്ലാസ്സിലേക്ക് ഹെഡ് മാസ്റ്റർ വരുമ്പം എങ്ങനെയാണോ അതേപോലെയാണ് ഒരു സെറ്റിലേക്ക് അദ്ദേഹം വരുമ്പോൾ. എല്ലാവരും ഭയങ്കര ക്വയറ്റ് ആവും, അങ്ങനെയൊക്കെ. പക്ഷെ അദ്ദേഹം എല്ലാവരോടും വളരെ ജോവിയലായിട്ട് എല്ലാവരുടെയും പേര് വിളിച്ച് സംസാരിച്ച് സെറ്റിൽ ആരനങ്ങിയാലും അദ്ദേഹം അറിയുന്നുള്ളതാണ്. വളരെ 360 ഡിഗ്രി ഒബ്സർവേഷനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലേണിംഗ് തന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഒരു ഷോട്ടിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒക്കെ നമ്മളിങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യും. ഒരുപാട് സമയമൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഡേയ്സ് കുറവായിരുന്നു. 1 കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലും കമ്പാരിറ്റീവ്ലി എനിക്ക് അങ്ങനെ ഒരു ഹീറോസിന് അതിനകത്ത് എല്ലാവർക്കും വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള ദിവസങ്ങൾ മാക്സിമം അതുപോലെ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യലായിരുന്നു എൻ്റെ പണി. ഇതുപോലെ തന്നെ ഇപ്പം അച്ചപ്പൻ കഥകൾ പ്രകാശനം ചെയ്യുന്നത് മോഹൻലാലാണ്. എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ഇതൊക്കെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റുകളാണ്. അതായത് ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകമാണ്. ആദ്യമായിട്ട് എഴുതുന്ന ഒരു പുസ്തകം ഒരാൾക്ക് മോഹൻലാൽ പ്രകാശനം ചെയ്യാന്നുള്ള ഓപ്പർച്യൂണിറ്റി എത്ര പേർക്ക് കിട്ടും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ വളരെ
വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇതൊക്കെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ കണ്ടു വളർന്ന 2 ഫിഗേഴ്സാണ് മമ്മൂട്ടി, മോഹൻലാൽ, പില്ലേഴ്സ് ഓഫ് മലയാളം സിനിമ. അപ്പോൾ അതിലൊരാളുമായി വളരെ അടുത്ത ബന്ധം. അദ്ദേഹം നമ്മുടെ ബുക്ക് പ്രകാശനം ചെയ്യുന്നു, ഒരാളുമായിട്ട് 2 സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് ഇതിലേക്ക് വരണം എന്ന് ഡീപ്ലി ആഗ്രഹിച്ച ഒരാൾ, എന്നാൽ അതിനു വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ വെരി സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഞാൻ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും. വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ലാലേട്ടനുമായിട്ട് ഞങ്ങളൊരു സംഘടനയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു ഋതംഭര എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹം എൻ്റെ പേട്രണും ഞാൻ എൻ്റെ ട്രസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ ആണ് അദ്ദേഹമായിട്ടുള്ള പരിചയം. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട് ആർ രാമാനന്ദ്. അപ്പോൾ അദ്ദേഹവും ഞാനും ഇതുപോലെ ഞങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു ഈ അച്ചപ്പങ്കത്തിൽ ബുക്കാക്കാനും എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത ആർ രാമാനന്ദാണ്. അപ്പം അദ്ദേഹമാണ് ഇങ്ങനെ ലാലേട്ടനെ അപ്രോച്ച് ചെയ്തത്, ലാലേട്ടൻ ചെയ്യാമെന്ന് സമ്മതിച്ചത്. ഇത് ചോദിക്കുമ്പോൾ അച്ഛനെ കുറിച്ചിട്ടുള്ള മെമ്മറീസ് എഴുതാം എന്ന് തോന്നുന്നത് വളരെ പേഴ്സണലാണല്ലോ. ഈ ആനന്ദിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ചില സന്തോഷങ്ങൾ അല്ലെങ്കിൽ ചില വിഷമങ്ങൾ ഭയങ്കരമായ സ്വകാര്യമായിരിക്കും എന്നുള്ളത്. അതുപോലെ അത്രയും സ്വകാര്യമായിട്ടുള്ളതൊന്നായിരിക്കും ചിലപ്പോൾ എഴുതി ആളുകൾക്ക് മുന്നിലേക്ക് കൊടുക്കുക. അതൊരു വലിയ തീരുമാനമാണല്ലോ, ഞാനിത് എഴുതാം എന്നുള്ളത്. നമ്മൾ അച്ഛനെ പറ്റി എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോൾട്ടുകൾ അതിനകത്ത് വരും, അല്ലെങ്കിൽ അച്ഛനെ പറ്റിയിട്ടുള്ള നമ്മളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും നല്ല ഓർമ്മകളും എല്ലാം വരും. ആ ഒരു തീരുമാനം എങ്ങനെയാണ്? അച്ഛനെ പറ്റിയിട്ട് ആക്ച്വലി അച്ചപ്പൻ കഥകളുടെ ആദ്യത്തെ 2-3 കഥകളും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതിയതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 18-ാം തീയതി അച്ഛൻ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ് ആദ്യമായിട്ട് അച്ഛനെ പറ്റിയിട്ടൊരു ഈ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ സെൽഫ് ക്രിട്ടിക് എന്ന് പറയുന്നത്. അച്ഛൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യം ഞാൻ വെറുതെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ എഴുതി അച്ഛനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതി. അതെപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ബുക്കിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയതാണ് ആദ്യത്തെ കഥ. അത് അച്ഛന് വായിക്കാൻ കൊടുത്തു. അച്ഛൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു, ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും എഴുതാമല്ലോ, നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, നല്ല ഹ്യൂമർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെനിക്ക് എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള, കാരണം ഞാൻ സ്കൂൾ ലെവലിലൊന്നും റൈറ്റിങ്ങിലൊന്നും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു. ഇല്ല, ലിറ്ററേച്ചർ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ ജേർണൽസും അങ്ങനെയൊക്കെ അക്കാഡമിക് വൈസ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അങ്ങനെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ എഴുതുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ കഥയെ എഴുതി. അതും ഇതുപോലെ തന്നെ അച്ഛനെ ട്രോളിക്കൊണ്ടുള്ള ഒരു കഥ. അപ്പം 2 കഥ അങ്ങനെ ആക്കിയിട്ട്, അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഗായത്രി ഇത് ബുക്കാക്കാട്ടോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും പറ്റില്ല, ബുക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതെങ്ങാനും ബുക്കാക്കി പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, ഇത്രയും എന്നെ കളിയാക്കിക്കൊണ്ടാണ് നീ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അച്ഛനെ ഒന്ന് അച്ഛൻ്റെ ഒരു ഓർമ്മയാവാം, അച്ഛനെക്കുറിച്ച് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛനെ ഞാനും കൂടെ ബിരിയാണി കഴിക്കാനായിട്ട് അച്ഛൻ്റെ ആലപ്പുഴയിലെ സ്ഥാപനത്തിലേക്ക് പോകാറ്. ഞാൻ വളരെ ചെറുപ്പം മുതൽ, എനിക്ക് കുഞ്ഞിലേ മുതൽ ബിരിയാണി ഭയങ്കര ഇഷ്ടം. അപ്പം അച്ഛൻ്റെ കൂടെ ബൈക്കിലുള്ള ഈ യാത്രയുടെ ഓർമ്മയാണ് 3ാമത് എഴുതിയത്. കുറച്ച് ഇമോഷണലായിട്ട് അച്ഛന് വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്നൊരു രീതിയിൽ. പക്ഷെ അത് അച്ഛന് വായിച്ചു കൊടുക്കാൻ പറ്റിയില്ല. വായിക്കാൻ പോയ ദിവസം പല തിരക്കുകൾ കൊണ്ട് വായിക്കാൻ പറ്റിയില്ല. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അതിൻ്റെ പിറ്റേ ദിവസം അച്ഛൻ മരിച്ചു. 4ാമത്തെ, അതായത് ഞാൻ ഇത് എഴുതി വായിക്കാൻ കൊടുത്ത 4ാം ദിവസം അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അപ്പം അതിങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം അതിന് ശേഷമാണ് പെട്ടെന്ന് ഇത് ബുക്കാക്കാം. അച്ഛനും അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛൻ ഇത് പറയുമായിരുന്നു, നീ എഴുതിക്കോ, ഞാൻ എത്ര വേണേലും ഓർമ്മകളൊക്കെ പറഞ്ഞു തരാം, നീ എഴുതിക്കോ, എത്ര വേണേലും കഥകൾ എഴുതാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമായിരുന്നു. എന്നാൽ പിന്നെ അത് എഴുതാം. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നത് എന്താ വെച്ചാൽ, പലതും ഇപ്പം അച്ഛൻ്റെ ചെറുപ്പകാലത്തേക്ക് കാര്യങ്ങൾ എഴുതുമ്പോൾ അച്ഛനെ വിളിച്ച് ചോദിക്കുമായിരുന്നു, അച്ഛൻ ഇത് അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, അച്ഛൻ ആ ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നെ അങ്ങനെ ഒരു റെഫറൻസ് എടുക്കാൻ ആളില്ലല്ലോ, അച്ഛനില്ലാതായിപ്പോയി. അപ്പോൾ കുറേ എൻ്റെ ഭാവനയും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ മാതാപിതാക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ ഒരു അനാഥരാകുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ നീണ്ട 5 വർഷങ്ങൾ ഓണമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്?
നമ്മുടെ ആഘോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കഥകൾക്കൊക്കെ ഏറ്റവും ഇൻസ്പിറേഷൻ ആവുന്നതും ജീവിതത്തിന് തന്നെ ഒരു പക്ഷേ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതും അച്ഛൻ തന്നെയാണ്. ഇപ്പം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, വിവാഹത്തിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാം എപ്പോഴും ഒരു സപ്പോർട്ടീവ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിടവ് എങ്ങനെയാണ്? അതൊരിക്കലും അച്ഛൻ പോയിട്ട് കുറേ ദിവസങ്ങളല്ല, കുറേ നാളുകളെടുത്തു ആ ഒരു റിയാലിറ്റി ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതാണ് സത്യം. അങ്ങനെ ഒരാളില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ഒട്ടും ഇപ്പോഴും എടുക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു പാർട്ട് ചിന്തിക്കാറേ ഇല്ല. അച്ഛൻ പോയി കുറേ നാളിപ്പം അച്ഛനിങ്ങനെ ഇടയ്ക്ക് ഈവനിങ് ആകുമ്പം അച്ഛൻ്റെ ഒരു 2 വീലർ ഉണ്ട്. അച്ഛൻ്റെ ആ 2 വീലറിൽ വരുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം അച്ഛനാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും മോൾക്കുള്ള സാധനങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കും. ഞാൻ പറയും എന്ത് കാര്യത്തിനും എത്ര വലിയ ഒരു ആളെ എന്തെങ്കിലും ഒരു കാരണം അച്ഛൻ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു വലിയ കാര്യം മുതൽ ചെറിയ ഒരു കിലോ അരി വാങ്ങിക്കണം, ഒരു ബിരിയാണി അരി വാങ്ങിക്കണം, കുറച്ച് നാളത്തേക്ക് ബിരിയാണി വയ്ക്കണം, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വരെ അച്ഛനെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. എന്ത് കാര്യത്തിനും ഫസ്റ്റ് എൻ്റെ പേഴ്സൺ ടു കോണ്ടാക്ട് അച്ഛനായിരുന്നു. അപ്പം അത് പോയപ്പോൾ അച്ഛൻ ആള് പോയപ്പോൾ പിന്നെ എന്താ പറയുക, കുറേ നാളെടുത്തു അതിനോടൊന്ന് യൂസ്ഡായി വരാൻ. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വണ്ടി വരുമ്പോഴൊക്കെ പെട്ടെന്ന് അച്ഛൻ വന്നു എന്നുള്ളൊരിത് വരിക. അങ്ങനെയുള്ളത് എല്ലാവർക്കും ആ നഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയാൽ എല്ലാവർക്കും അത് മനസ്സിലാവും എങ്ങനെയാണതെന്ന്. അതൊരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മൾ പിന്നെ അതിനോട് യൂസ്ഡ് ആയിപ്പോവുക. കാരണം ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അമ്മയാണെങ്കിലും പിന്നീട് അച്ഛൻ്റെ ബിസിനസ്സിൽ ഏറ്റെടുത്ത് അതിനോട് തിരക്കായി അമ്മയും. ഇപ്പോഴും അത് നമ്മൾ ആ ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം ഞങ്ങളെല്ലാവരും അറിയാതെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് വരും. പിന്നെ നോർമലി നമ്മൾ പിന്നെയും ലൈഫ് അങ്ങനെ തന്നെ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ വിടവ് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. അതൊരിക്കലും താങ്കൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അച്ഛനെ ഓർക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് യാത്രയ്ക്കപ്പുറം എഴുതുമ്പോൾ യാത്ര ചെയ്യാനുള്ള ശക്തി എനിക്ക് തന്നത് അച്ഛനാണ് എന്ന് പറയുന്നുണ്ട്, എവിടെയും പോവാൻ എന്നുള്ളത്. അതായത് എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്തത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് എല്ലാ കാലത്തും, ചെയ്യുന്ന എല്ലാ കാലത്തും. ഇപ്പോൾ പലതരം റോളുകളുണ്ട്. വ്ളോഗിങ് ചെയ്യുന്നുണ്ട്, സംരംഭകയാണ്, ആക്ട് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എന്തായിരിക്കും എന്നെക്കുറിച്ച് ഫീൽ ചെയ്യുക എന്നായിരിക്കും ഗായത്രിക്ക് പേഴ്സണലി തോന്നുന്നത്? അച്ഛൻ ഭയങ്കര പ്രൗഡായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടാണ്. വെച്ചാൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എൻ്റെ ഇറങ്ങാൻ വേണ്ടി അച്ഛൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് ഞാൻ ചെയ്ത 2 സിനിമകളുണ്ട്. അത് ചെറിയ സിനിമകളായിരുന്നു. അത് തന്നെ ഫസ്റ്റ് ഡേ പോയി അച്ഛൻ തിയേറ്ററിൽ പോയി. അപ്പം ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ ആളില്ല. അപ്പോൾ അതൊക്കെ അച്ഛന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഈവൻ ഒരു മാഗസിനിൽ അത് സ്കൂൾ ടൈം മുതലേ അച്ഛൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലുണ്ട്. എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു പത്രത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ കലോത്സവങ്ങളുടെ റിപ്പോർട്ടുകൾ എന്ത് വന്നാലും അതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. പിന്നെ എൻ്റെ പരസ്പരം ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുക. ചിലതൊക്കെ കണ്ടിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഇൻ്റർവ്യൂസ് വന്നാൽ അത് അപ്പം തന്നെ കാണുക. അങ്ങനെ എന്നെ ഭയങ്കരമായി അഡ്മയർ ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛനെ. അത് ഐ എം ഷുവർ അച്ഛൻ ഭയങ്കര പ്രൗഡാണ് എൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുള്ള ഈ കല്ലു എന്ന് പറയുന്ന ആളും. അപ്പം ആളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴേ ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്. ലൈക്ക് വീഡിയോസ് ഇടുന്നു, സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പം അത്തരത്തിലുള്ള ഫാമിലി സപ്പോർട്ടുകളൊക്കെ എങ്ങനെയാണ്? അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്നാൽ പോലും അതിനെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ലേൺ ചെയ്താണ്. അത് തന്നെ ഇപ്പോൾ മകളും ഫീൽ പ്രൗഡ്. വെരി മച്ച്. അത് അവളോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത്. എന്ന് വെച്ചാൽ ഇപ്പം അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ലൈക്ക് നമുക്ക് ചിലവാക്കാനുള്ള പൈസ, അല്ല നമുക്ക് പഠിക്കാനുള്ള പൈസയൊക്കെ നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്നത്. അത് അവളോട് ഞാൻ പറയുന്ന കാര്യം. അവൾ ചെറിയ പ്രോഗ്രാംസൊക്കെ, സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ, അപ്പം ഞാനതിങ്ങനെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി കൊടുത്തു ഇപ്പം. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കും ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അവരെൻ്റെ കൂടെ ഇങ്ങനെ ഇപ്പം കോളേജ് ടൈമിൽ എല്ലാ ആഴ്ചയും ഞാൻ കൈരളിയിൽ ആ സമയത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് രാവിലെ എന്നെ വിളിച്ചുണർത്തി ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി രാത്രിയിൽ തിരിച്ചു വന്ന്, അങ്ങനെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം അത്ര നമുക്ക് നമ്മുടെ ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയാണ്. അന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അന്ന് അവർ അവർക്ക് അത്ര സന്തോഷം തോന്നിയിട്ടുണ്ടാവും. അതെനിക്കിപ്പം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു പ്രൗഡ് മൊമെൻറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ പ്രൗഡ് ഫീൽ എന്നുള്ളത്.
അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്നതിലും കുറച്ച് വളരെയധികം ഒരു മോഡലായിട്ടുള്ള രീതിയിലാണ് ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് കുട്ടിയെ വളർത്തുന്നതിൽ. അപ്പം ആ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കുട്ടിയെ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് ആ ഒരു വൈബ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇപ്പോഴും 20കളിലാണെന്നാണ് ഞാൻ എൻ്റെ മെൻ്റൽ ഏജ് 20കളിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ വൈബ്രൻസി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതും ഈ ഇത്രയും അടുപ്പം കാത്തു സൂക്ഷിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഇതിൽ കൊണ്ടുപോകുന്നത്? അല്ല, അങ്ങനെ വേണം. കാരണം അവർക്ക് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചെന്ന് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ അച്ഛനെ അല്ലെ അമ്മയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊന്നും അങ്ങനെ പോയി പെട്ടിട്ടില്ല. എൻ്റെ വളരെ പക്വതയില്ലാത്ത ഏജിൽ പോലും എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം മോളുടെ അടുത്താണെങ്കിലും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, അവൾക്ക് ഒരു കാര്യം വരുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഫ്രണ്ട്ലി എന്നുള്ളതിനുപരി ഇതാണ് അവളുടെ ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര കൺസേൺ ആണ് അല്ലേ. അപ്പം അവർക്ക് എപ്പോഴും നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ഏത് കാര്യങ്ങളും നമ്മളോട് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അവരുടെ മനസ്സിൽ കയറി നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും അവരാദ്യം വേറെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക്. അത് കൊടുക്കാതാവുമ്പോഴാണ് അവർക്ക് നമ്മുടെ അടുത്തൊരു സമയം കിട്ടാതാവുമ്പോഴാണ് അവർ മറ്റു ആൾക്കാരെ തേടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. അവർക്ക് ആദ്യം വന്നെല്ലാം സന്തോഷമാണേലും വിഷമാണേലും പറയേണ്ടത് നമ്മുടെ അടുത്ത് തന്നെയാണ്. ആ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമം അത്രയേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മകളുടെ സ്വകാര്യത വലിയൊരു ഫാക്ടറാണല്ലോ. അതായത് നമ്മളിപ്പം AI വന്നതോടുകൂടി അത് കുറച്ചും കൂടി അതിൻ്റെ ഒരു എക്സ്ട്രീം തലത്തിലേക്ക് പോവാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു പാപ്പരാസി കൾച്ചർ ഭയങ്കരമായിട്ട് ഉണ്ടായി വരുന്നുണ്ട് പലപ്പോഴും. ഇതൊക്കെ ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുത്തുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. ഞാൻ മോളോട് പറയുന്നൊരു കാര്യം, അവള് പെട്ടെന്നുള്ള ഒരു റീച്ചാണ് അവൾക്ക്. ചെറുപ്പത്തിൽ വന്ന ഒരു പഞ്ചാര കുഞ്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആൾക്കാർ അവളെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഒരു 1-2 വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ അതിന് മില്യൺസ് വ്യൂസ് കിട്ടുക. അപ്പം ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിന് ഒരു മെച്യൂരിറ്റി ലെവലുണ്ട്. ആ ലെവലിൽ എത്താതെ അതിനാണ് ഒരു ഏജ് ഒക്കെ ലിമിറ്റൊക്കെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അതിൽ ആൾക്കാരെടുത്ത് നമ്മളെ ആഘോഷിക്കുന്ന പോലെ തന്നെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യും ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെച്യൂരിറ്റി ലെവലായതിനു ശേഷം മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി അവർക്ക് അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ അതിനകത്തേക്ക് കംപ്ലീറ്റ്ലി അവരെ ഇൻവോൾവ് ആവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്കതൊരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് കിടക്കും. കുട്ടികളല്ലേ, 15 വയസ്സ് 16 വയസ്സ് കുട്ടികളാണ്. അപ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ലെവൽ ആവുന്നവരെ നമ്മുടെ ഒരു കൺട്രോൾ എന്തായാലും അത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പെട്ടെന്നൊരു റീച്ച് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലും അത് എന്നെ കാണിച്ചിട്ടേ പോസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഗൈഡൻസിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓണം വരുമ്പോഴാണ് സംസാരിക്കുന്നത്. ഗായത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണം ഓർമ്മ പങ്കുവയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ പെർട്ടിക്കുലർലി ഒരു ഓണം എല്ലാ വർഷവും പറയുന്നതാണ്. അങ്ങനെ ഒരു ഓണം ഓർമ്മ എന്ന് പറയാനില്ല. നമ്മളെല്ലാവരും പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലേ. എല്ലാവരോടും ചോദിച്ചാൽ ഇപ്പം നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിക് ഓണം സെലിബ്രേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി നമ്മളിപ്പോഴും ഇപ്പം നമ്മുടെ അമ്മമാർക്ക് അതിലും നല്ല ഓണം ഓർമ്മകൾ പറയാനുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഓർമ്മകൾ ഇങ്ങനെ കൈമാറി ഷെയർ ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ഓണത്തിൻ്റെ കുറച്ചെങ്കിലും എസൻസ് വെച്ച് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ആ ഒരു നൊസ്റ്റാൾജിയ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സെലിബ്രേഷൻസ് ഒക്കെ വേറെ രീതിയിലേക്ക് എന്നോ മാറിപ്പോണ്ട കാലം കഴിഞ്ഞു. അപ്പം കുട്ടിക്കാലത്തെ ഓർമ്മകൾ തന്നെയാണ് എപ്പോഴും മനസ്സിലുള്ളത്. ആ കുറേ ആളുകളുള്ള കുടുംബത്തെ ഒരുപാട് ആളുകളുള്ള ഓണം, അമ്മയുടെ വീട്ടിലേക്കുള്ള യാത്ര, ഇതൊക്കെ തന്നെയാണ് ഓണ ഓർമ്മകൾ. ഇപ്പോൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ
ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിമൻ വാണ്ട് എന്നുള്ളത് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. നമ്മൾ പല തരത്തിലുള്ള കൺസേണുകൾ സൊസൈറ്റിയോട് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊരു ഇൻ്റർവ്യൂവിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവിൽ ആളുകൾ വളരെ അഗ്രസീവായിട്ടും അല്ലെങ്കിൽ വളരെ കൗതുകത്തോടു കൂടിയും പല ഇമോഷൻസിൽ ചോദിക്കുന്ന ഒരു സാധനമാണ് വാട്ട് വിമൻ വാണ്ട് എന്നുള്ളത്. ഗായത്രിയുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനൊരു ഉത്തരം? നമുക്ക് വേണ്ടതൊരു വി നീഡ് സ്പേസ്, വി നീഡ് അക്സെപ്റ്റൻസ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പം തന്നെ ഞാൻ ആ ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരു സ്ത്രീ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എല്ലാം കൂടെ, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ആരാ നോക്കുക. ഇതൊരിക്കലും ഒരു പുരുഷനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഞാൻ വളരെ ഫണ്ണിയായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, എവല്യൂഷണറി പുരുഷൻ എവിടെ നിൽക്കുന്നോ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ലൈക്ക് അവൻ അന്നും പുറത്തു പോയി, അന്ന് വേട്ടയാടി ഭക്ഷണം കൊണ്ടുവരുന്നത്, ഇന്ന് അവൻ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഇത് തന്നെ. പക്ഷെ ഒരു സ്ത്രീയുടെ ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി. ഞാൻ ഈ അടുത്ത് കേട്ട ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് ആ ഡിസ്കഷനിലും പറഞ്ഞിരുന്നു, വിമൻ എംപവർമെൻറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എംപവേർഡ് ആയ ഒരു വിമൻ്റെ കൂടെ എങ്ങനെ ജീവിക്കണം എന്നൊരു പുരുഷനെ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഇനി അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനിയുള്ള ജനറേഷൻ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഹൗ ടു ലീവ് വിത്ത് ആൻ എംപവേർഡ് വിമൻ എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് എംപവേർഡ് ആയി കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടി സ്ത്രീ സമൂഹം ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാൻ. എല്ലാ കാര്യങ്ങളിലും ഒരുപാട് മുന്നോട്ട് വന്നു. പക്ഷെ പുരുഷൻ ഇപ്പോഴും അവിടെ നിൽക്കുക. മനസ്സിലായില്ലേ? നേക്കഡ് ഏപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ തന്നെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ബുക്ക് നേക്കഡ് വിമൻ ആണ്. അപ്പം ആ ഏപ്പിൽ നിന്ന് പുരുഷന്മാർ ഇനിയും മുന്നോട്ട് ഒരുപാട് വരാനുണ്ട്. അപ്പം അവൻ അംഗീകരിക്കുക സ്ത്രീകൾ ഇത്രയും ഇവോൾവ് ആയി എന്നുള്ളതും, അവർക്ക് ഇങ്ങനെ ഒരു സ്പേസ് വേണം എന്നുള്ളതും, ആൻഡ് ഹൗ ടു സപ്പോർട്ട്, എങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റമായി മാറാമെന്നുള്ളത്. ഒരിക്കലും ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ചും ഇഫ് ഷീ ഈസ് എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതിനകത്തൊരു ഫുൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് എ സക്സസ്ഫുൾ വുമൻ നീഡ്സ്. എന്തായാലും ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്കെഡ്യൂളിനിടയിൽ ഞങ്ങളോട് സംസാരിക്കാൻ, ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ, ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും എല്ലാവർക്കും വിഷ് യു ഓൾ എ വെരി 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 ഹാപ്പി ഓണം. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും. താങ്ക് യു.